ഹലോ എവരി വൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന ടോപ്പിക്കിലെ കുറച്ച് PYQs ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒട്ടും ടൈമില്ല, എക്സാം അടുക്കാറായി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 35 കുട്ടികളുടെ ശരാശരി ഭാരം 47.5 കിലോഗ്രാമാണ്. ഒരു അധ്യാപികയുടെ ഭാരം കൂടി ചേർന്നപ്പോൾ ശരാശരി 500 ഗ്രാം കൂടുതലായി എങ്കിൽ അധ്യാപികയുടെ ഭാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര കുട്ടികളാണ്? 35 കുട്ടികളുടെ ശരാശരി ഭാരം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ എത്രയാണ്? 35 കുട്ടികളുണ്ട്. അവരുടെ ശരാശരി ഭാരം ആവറേജ് എത്രയാണ്? 47.5 കിലോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ സമ്മ് എത്ര എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ സമ്മ് നമുക്കറിയില്ല, അത് കാണണം. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 47.5 ആണെന്ന് നമുക്ക് കിട്ടി തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആ കുട്ടികളുടെ എണ്ണം 35 ആണ്. അപ്പോൾ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ആ ഒരു സമ്മ് കിട്ടും. ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? ടോട്ടൽ ഈസ് ഈക്വൽ ടു 47.5 ഇൻറ്റു 35. ആൻസർ എത്ര കിട്ടും? 1662.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ 35 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1662.5 കിലോഗ്രാം എന്ന് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഒരു അധ്യാപികയുടെ ഭാരം കൂടി ചേർന്നപ്പോൾ ശരാശരി 500 ഗ്രാം കൂടുതലായി. അപ്പോൾ ആവറേജ് എന്തായിട്ട് ഉയർന്നു? 500 ഗ്രാം കൂടി. 500 ഗ്രാം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 47.5 ആണ് ഉണ്ടായിരുന്നത് ആവറേജ്. അപ്പോൾ അതിൻ്റെ കൂടെ ന്യൂ ആവറേജ് എന്ന് പറയുന്നത് എത്രയും 47ൻ്റെ കൂടെ 47.5ൻ്റെ കൂടെ 500 ഗ്രാം കൂടി. അപ്പോൾ എത്രയും 48 കിലോഗ്രാമായിട്ട് പുതിയ ആവറേജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആവറേജിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. ഈ നമ്പർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു 35 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അധ്യാപികയും കൂടി. അപ്പോൾ ഒരാൾ കൂടിയപ്പോൾ എത്രയായി? ടോട്ടൽ 36 പേരായി. അപ്പോൾ ആവറേജ് നമുക്കറിയാം. ഇപ്പോൾ കിട്ടിയ ആവറേജ് 48 അറിയാം. 48 ഈ ഒരു ഇക്വേഷനിൽ ഇട്ടെടുത്ത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 36. അപ്പോൾ ടോട്ടൽ കിട്ടാനായിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 48 ഇൻറ്റു 36 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എത്രയാണ്? 1728. അപ്പോൾ നമുക്ക് പുതിയ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഈ 36 പേര്, അതായത് അധ്യാപികയോട് വന്നപ്പോൾ 36 പേരായി. അപ്പോൾ ഉള്ള ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1728 എന്ന് കിട്ടി. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 65.5 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഡിഫറൻസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അധ്യാപികയുടെ ഭാരം, 65.5 കിലോഗ്രാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും നീട്ടി വലിച്ച് പറയുന്നത്. അല്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊട്ടും സമയമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കമ്പനിയിൽ 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35 ആണ്. മാനേജറുടെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 1 വർദ്ധിച്ചു എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കമ്പനിയിൽ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. അപ്പോൾ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. ശരാശരി വയസ്സ് അഥവാ ആവറേജ് എന്ന് പറയുന്നത്
35. അപ്പോൾ ആവറേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ n. ആവറേജ് 35 ഇട്ട് കൊടുക്കുന്നു. ടോട്ടൽ ഡിവൈഡഡ് ബൈ 24. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ടോട്ടൽ സമ്മ് കിട്ടാനായിട്ട് 35 × 24 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 840 കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനി തന്നിരിക്കുന്നത് മാനേജറുടെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 1 വർദ്ധിച്ചു. അപ്പോൾ എത്ര പേരായി ടോട്ടൽ? 24ൻ്റെ കൂടെ മാനേജറും കൂടി വന്നപ്പോൾ 24 + 1 25 പേരെ. ന്യൂ ആവറേജ് എന്തായിട്ട് മാറി? ന്യൂ ആവറേജ് എന്ന് പറയുന്നത് 1 വർദ്ധിച്ചു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് 35 എന്നുള്ളത് 36 ആയി. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇക്വേഷൻ ഒന്നും എഴുതണ്ട. ടോട്ടൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 36 എന്ന് പറയുമ്പോൾ ടോട്ടൽ 900 കിട്ടും. അങ്ങനെയാണെങ്കിൽ മാനേജറുടെ വയസ്സ് കാണാനായിട്ട് നേരത്തെ കിട്ടിയ ടോട്ടൽ എത്രയായിരുന്നു? 840. ഇപ്പോൾ കിട്ടിയത് 900. അപ്പോൾ 900 അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 900 - 840 എത്ര കിട്ടും? 60. അപ്പോൾ ഇതാണ് മാനേജറുടെ വയസ്സ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിലെ 6 പേരുടെ ശരാശരി വയസ്സ് 21 ആണ്. അതിൽ ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സാണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രസ്തുത കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട്? 6 പേരാണ്. ശരാശരി വയസ്സ് 21 ആണ്. അപ്പോൾ നേരിട്ട് നമുക്ക് എഴുതാം. ടോട്ടൽ എന്ന് പറയുന്നത് 6 × 21 ആണ്. ടോട്ടൽ വയസ്സ് = 126 കിട്ടും. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ തന്നിരിക്കുന്നത് അതിൽ ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സ് ആണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രസ്തുത കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? 6 പേരുണ്ടായിരുന്നു. 6 വയസ്സ് മുന്നാണ് കാണേണ്ടത്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ 6 വർഷം പുറകോട്ട് പോകണം. 6 വർഷം പുറകോട്ട് പോകുമ്പോൾ ഈ 6 പേരുടെയും വയസ്സ് പുറകോട്ട് പോകും. അപ്പോൾ ടോട്ടൽ എത്ര വയസ്സ് പുറകോട്ട് പോകും? 6 പേരുടെ വയസ്സ് 6 വർഷം പുറകോട്ട് പോകുമ്പോൾ 6 × 6 36 വയസ്സ് ടോട്ടൽ പുറകോട്ട് പോകും. ഇപ്പോൾ ടോട്ടൽ കിട്ടിയത് എത്രയാണ്? 126 ആണ്. അപ്പോൾ 126-ൽ നിന്നും ഈ 36 വയസ്സ് കുറയ്ക്കണം. നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപാണ് ചോദിക്കുന്നത്. ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് 5 പേരേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ വയസ്സ് നമുക്ക് 90 കിട്ടി. ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് 5 പേരേ ഉള്ളൂ. അപ്പോൾ 90/5 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40-ഉം ബാക്കി 20 കുട്ടികളുടെ ശരാശരി മാർക്ക് 35-ഉമായാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി മാർക്ക് എന്നാണ് തന്നിരിക്കുന്നത്. എത്ര? 40 മാർക്ക്. 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 30 × 40. ഇനി സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, പെട്ടെന്ന് ചെയ്യാം. 1200 കിട്ടി. 20 കുട്ടികളുടെ ശരാശരി മാർക്ക് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ എത്രയായി? 20 × 35 700. അങ്ങനെ ആണെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി ടോട്ടൽ എന്ന് പറയുമ്പോൾ ആകെ കുട്ടികളുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടലും ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1200-ഉം 700-ഉം ആഡ് ചെയ്യണം. അപ്പോൾ 1900 ടോട്ടൽ മാർക്ക് കിട്ടും. ഇനി ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30, ഇവിടെ 20, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആവറേജ് ആണ്. ടോട്ടൽ എത്രയാണ്? 1900 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കുട്ടികൾ 50 ഡിവൈഡ് ചെയ്യുമ്പോൾ 38 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ സി ആണ്. അപ്പോൾ ഇതൊരു PYQ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14,
ടീച്ചറേയും കൂടി കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 1 കൂടുന്നു എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ടോട്ടൽ എത്രയാണ്? 40 കുട്ടികളാണ്. ശരാശരി വയസ്സ് 14. അപ്പോൾ 40 × 14 അവിടെയുള്ള ടോട്ടൽ വയസ്സ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 560 കിട്ടും. ഇനി ടീച്ചറേയും കൂടി കണക്കിലെടുത്താൽ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കൂടെ 40 കുട്ടികളുടെ കൂടെ ടീച്ചറും കൂടി കൂടുമ്പോൾ എത്ര പേരായി? 41 പേരായി. ക്ലാസ്സിലെ ശരാശരി 1 കൂടുന്നു. 1 കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് 14 ആയിരുന്നു. 1 കൂടുന്നു എന്ന് പറഞ്ഞാൽ 15 ആവും. അപ്പോൾ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? 41 × 15. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 615. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടോട്ടലും കൂടി മൈനസ് ചെയ്യുക. 560 നിന്നും 615 മൈനസ് അപ്പോൾ 615 നിന്നും 560 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 55 എന്ന് ആൻസർ കിട്ടും. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ഇതാണ് ആൻസർ. അപ്പോൾ സ്റ്റെപ്പൊക്കെ വളരെയധികം കുറച്ചു. പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യം ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. സോ ആവറേജിലത്തെ ക്വസ്റ്റ്യനൊക്കെ PYQ 1-2 നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ നമുക്ക് ആവറേജ് വിട്ടിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 5:4 ക്ലാസ്സിൽ 20 പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും. ആൺകുട്ടികൾ ബോയ്സ്, പെൺകുട്ടികൾ ഗേൾസ്. അവരെ 5:4 എന്ന അംശബന്ധത്തിലാണ് ഇരിക്കുന്നത്. ക്ലാസ്സിൽ 20 പെൺകുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 20 പെൺകുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5:4 ഇതിനൊക്കെ നമുക്ക് നമ്പറാക്കാനായിട്ട് അറിയാം. അതായത് ഇതൊരു റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തമ്മിൽ ഒരു കോമൺ റേഷ്യോ ഉണ്ടായിരിക്കും. അത് ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ 5:4 എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം ഒരു 5x എന്നും ഗേൾസിൻ്റെ എണ്ണം 4x എന്നും ഇതിൽ നിന്നും എടുത്തു. 20 പെൺകുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. 20 പെൺകുട്ടികൾ ആണെങ്കിൽ ഈ 4x എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളാണ്. അത് 20 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2-ൽ ഇട്ടുകൊടുക്കുക. 2-ൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ 5x എന്ന് പറയുന്നത് 5 × x-ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി, 25. അപ്പോൾ ആൻസർ ബി ആണ്. അപ്പോൾ ഇതൊരു PYQ ആണ്. x+1/x = 3 ആയാൽ x² + 1/x² എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. കുറേ സ്റ്റെപ്പൊന്നും എഴുതിയിട്ട് ടൈം ഒരിക്കലും കളയരുത്. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. x+1/x = 3 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് x² + 1/x² ആണ്. ഒന്നുമില്ല, ഈ തന്നിരിക്കുന്ന x+1/x അത് എടുത്തെഴുതുക, അതിൻ്റെ സ്ക്വയർ എഴുതുക, -2. അപ്പോൾ 9 - 2 7. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ x+1/x എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക, -2 കൊടുക്കുക. അതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് PYQs ആണ് ചെയ്തത്. കഴിഞ്ഞ കുറേ LDCക്കൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ PYQs ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഓരോ ടോപ്പിക്കിലെയും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.